അമേരിക്കൻ ഐക്യനാടുകൾ ഇറാഖിലെ തങ്ങളുടെ അവസാനത്തെ സൈനിക വിന്യാസത്തിലും സുപ്രധാനപരമായ തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന വാർത്ത പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികളാണ് സൃഷ്ടിക്കുന്നത്. അറബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള പ്രമുഖ സൈനിക താവളത്തിൽ നിന്ന് പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും എടുത്തുമാറ്റിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പിന്മാറ്റം കേവലം ആയുധങ്ങൾ മാറ്റൽ മാത്രമല്ല, ഇറാഖിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള അവസാന സൈനിക വ്യൂഹത്തെയും ഭാരിച്ച ആയുധ സാമഗ്രികളെയും തിരികെ എത്തിക്കുന്നതിനുള്ള പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് സൂചന. നിലവിലെ പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ഇറാഖിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് വൻതോതിലുള്ള കുറവ് വരും. വാഷിംഗ്ടണും ബാഗ്ദാദും തമ്മിൽ നേരത്തെ ഒപ്പുവെച്ച ധാരണ പ്രകാരം സെപ്റ്റംബർ 30-നകം ഇറാഖിലെ സൈനിക ദൗത്യങ്ങൾ അവസാനിപ്പിച്ച് പിന്മാറാൻ ഇരുപക്ഷവും തീരുമാനിച്ചിരുന്നു. അതിനാൽ തന്നെ നിലവിലുള്ള ഈ പിന്മാറ്റം മുൻകൂട്ടി നിശ്ചയിച്ച നയതന്ത്ര നടപടിയുടെ സ്വാഭാവികമായ തുടർച്ചയാണ് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വാദിക്കുന്നത്. എന്നാൽ ഈ നീക്കം നടപ്പിലാക്കുന്ന സമയവും അതിന് പിന്നിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ വൻ ആശങ്കകൾക്ക് കാരണമാകുന്നത്. പ്രത്യേകിച്ചും ഇറാഖിലെ കുർദിസ്ഥാൻ മേഖല നിരന്തരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ സുരക്ഷാ കവചം പിൻവലിക്കപ്പെടുന്നത്. അറബിൽ വിമാനത്താവളത്തിലെ സൈനിക താവളം അമേരിക്കൻ സേനയ്ക്ക് മാത്രമല്ല, മേഖലയിലെ മൊത്തം കുർദിഷ് ഭരണകൂടത്തിനും ഒരു പ്രധാന സംരക്ഷണ കേന്ദ്രമായിരുന്നു. ഇറാനിൽ നിന്നും അവിടുത്തെ പിന്തുണയുള്ള പ്രാദേശിക ഷിയ സായുധ സംഘങ്ങളിൽ നിന്നും നിരന്തരം ഉയർന്നു വന്ന ആകാശ ഭീഷണികളെ ചെറുക്കാൻ കഴിഞ്ഞിരുന്നത് ഇവിടെ സ്ഥാപിച്ചിരുന്ന പേട്രിയറ്റ് സംവിധാനങ്ങൾ കാരണമാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അർബിലിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളിലും കാമികാസെ ഡ്രോണുകളിലും 95% വിജയകരമായി തടഞ്ഞു നിർത്താൻ ഈ പേട്രിയറ്റ് വ്യോമ പ്രതിരോധ പീരങ്കികൾക്ക് സാധിച്ചിരുന്നു. അമേരിക്കൻ സൈനികരെ കൂടാതെ സമീപത്തുള്ള കുർദിഷ് അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണക്കാരെയും സംരക്ഷിക്കുന്നതിൽ ഈ പ്രതിരോധ നിര പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ ഇപ്പോൾ ഈ പേട്രിയറ്റ് ബാറ്ററികൾ അർബിലിൽ നിന്നും തികച്ചും രഹസ്യമായ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. ആകാശമാർഗമുള്ള ഏത് വൻ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ പ്രാപ്തിയുള്ള സംവിധാനം നഷ്ടമായതോടെ അർബിൽ നഗരവും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ ശത്രുക്കളുടെ നേരിട്ടുള്ള ആക്രമണ പരിധിയിലായി മാറി. സുരക്ഷാ കവചം നീക്കം ചെയ്തതോടെ തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ വീണ്ടും യുദ്ധഭീതി നിഴലിക്കുകയാണ്. ഏതു നിമിഷവും ആകാശത്തു നിന്ന് വീഴാവുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ സ്വന്തമായി ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് കുർദിഷ് ഭരണകൂടം. വാഷിംഗ്ടൺ തങ്ങളുടെ മുൻഗണനകൾ മാറ്റിയെഴുതിയതാണ് ഈ പെട്ടെന്നുള്ള മാറ്റത്തിനുള്ള പ്രധാന കാരണം. ഇറാഖിലെ താവളങ്ങളെക്കാൾ ജോർദാനിലും ഗൾഫ് മേഖലയിലുമുള്ള തങ്ങളുടെ മറ്റ് സൈനിക താവളങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനാണ് അമേരിക്ക ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ ഈ നീക്കത്തിൽ ഏറ്റവും കൂടുതൽ നിരാശരും അസ്വസ്ഥരുമായിരിക്കുന്നത് ഇറാഖിലെ കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റ് ഭരണാധികാരികളാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ തനിച്ചാക്കി അമേരിക്കൻ സൈന്യം പിന്മാറുന്നു എന്ന വികാരം കുർദിഷ് ജനതയ്ക്കുമേൽ വൻ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. നിരന്തരമായി ഇറാൻ ആക്രമണത്തിന് മുൻപിൽ തങ്ങൾ അനാവൃതരാക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം കുർദിഷ് നേതാക്കൾക്ക് തുറന്നു പറയേണ്ടി വരുന്നു. പേട്രിയറ്റ് പീരങ്കികൾ മാറ്റി സ്ഥാപിച്ചതോടെ വരും ദിവസങ്ങളിൽ തങ്ങൾക്ക് നേരെ വൻതോതിലുള്ള മിസൈൽ മഴ പ്രതീക്ഷിക്കേണ്ടി വരുമെന്നും അവർ ഭയക്കുന്നുണ്ട്. ചരിത്രപരമായി അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷികളായിരുന്നു കുർദിഷ് ജനത. എന്നാൽ തന്ത്രപ്രധാനമായ ഘട്ടങ്ങളിൽ അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി തങ്ങളെ കൈവിട്ട ചരിത്രം അവർ വീണ്ടും ഓർത്തെടുക്കുകയാണ്. അറബിലെ എണ്ണ മേഖലകളും അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും ഇറാൻ കേന്ദ്രീകൃത ഗ്രൂപ്പുകളുടെ ഭീഷണിയിലാണ്. വ്യോമ പ്രതിരോധമില്ലാതായതോടെ വിദേശ നിക്ഷേപകരും പ്രാദേശിക വ്യവസായികളും കടുത്ത ആശങ്കയിലാണ്. സ്വന്തമായി അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്ത കുർദിഷ് സേനയ്ക്ക് ആകാശമാർഗമുള്ള ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇത് മേഖലയിലെ സാധാരണക്കാരുടെ ജീവന് വലിയ അപകട സാധ്യതയുണ്ടാക്കുന്നു. മറുവശത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ ഈ തിടുക്കത്തിലുള്ള പിന്മാറ്റത്തെ തങ്ങളുടെ വൻ തന്ത്രപരമായ വിജയമായാണ് ഇറാനും അവിടുത്തെ സഖ്യസേനകളും വ്യാഖ്യാനിക്കുന്നത്. തുടർച്ചയായി നൽകിയ സൈനിക മിലിറ്റന്റ് സമ്മർദ്ദം കാരണമാണ് അമേരിക്കയ്ക്ക് ഇറാന്റെ മണ്ണിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നതെന്ന് അവർ അവകാശപ്പെടുന്നു. തങ്ങളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഫലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശക്തിയെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ചുവെന്നത് ഇറാന്റെ പ്രാദേശിക പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇറാഖിലെ അമേരിക്കൻ സ്വാധീനം അവസാനിപ്പിക്കുക എന്ന ടെഹ്റാന്റെ ദീർഘകാല ലക്ഷ്യം ഇതോടെ സാക്ഷാത്കരിക്കപ്പെട്ടു.
ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള ഷിയ സായുധ ഗ്രൂപ്പുകൾക്ക് ഈ സംഭവം വലിയ പ്രചോദനമാണ് നൽകുന്നത്. തങ്ങളുടെ ചെറുത്തുനിൽപ്പ് തന്ത്രങ്ങൾ ഫലം കണ്ടു എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ അവർ ഈ അവസരം പരമാവധി ഉപയോഗിക്കും. അമേരിക്കൻ സൈന്യം ഒഴിയുന്നതോടെ ഇറാഖി രാഷ്ട്രീയത്തിലും സൈനിക മേഖലയിലും കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇറാൻ അനുകൂല ശക്തികൾക്ക് സാധിക്കും. ഇത് ബാഗ്ദാദിലെ കേന്ദ്ര സർക്കാരിനു മേലുള്ള ടെഹ്റാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും. പെന്റഗണിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്തായാലും ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അടിയറവ് പറഞ്ഞ് പിൻവാങ്ങിയെന്ന നഗ്നമായ പ്രചരണം നടത്താൻ ഈ സംഭവം സഹായകരമാക്കും. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പിന്മാറ്റമല്ല, മറിച്ച് മേഖലയിലെ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളുടെ പുനഃക്രമീകരണമാണ്. ഇറാഖിൽ തങ്ങി നിന്ന് ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതിലും നല്ലത് കൂടുതൽ സുരക്ഷിതമായ ഗൾഫ് രാജ്യങ്ങളിലും ജോർദാനിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് വാഷിംഗ്ടൺ കരുതുന്നുണ്ട്. അമേരിക്കൻ സൈനികരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഇറാഖിലെ അന്തരീക്ഷം മാറിയ സാഹചര്യത്തിൽ തങ്ങളുടെ ആസ്തികളും ആയുധങ്ങളും കൂടുതൽ തന്ത്രപ്രധാനമായ താവളങ്ങളിലേക്ക് മാറ്റുകയാണ് പെന്റഗൺ ചെയ്തത്. ഇറാഖിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്നും സായുധ ഗ്രൂപ്പുകളുടെ നേരിട്ടുള്ള പോരാട്ടങ്ങളിൽ നിന്നും ഒരു പരിധിവരെ അകന്നു നിൽക്കാൻ ഈ തീരുമാനം അമേരിക്കയെ സഹായിച്ചേക്കും. എന്നിരുന്നാലും മേഖലയിലെ പ്രധാന ശത്രുവായ ഇറാനെ നിരീക്ഷിക്കുന്നതിൽ അമേരിക്കൻ ഏജൻസികൾ ഇനിയും മുൻപന്തിയിൽ തന്നെയുണ്ടാകും. അന്താരാഷ്ട്ര തലത്തിലുള്ള കരാറുകൾ പാലിക്കപ്പെടുന്നു എന്ന് കാണിക്കാനും ഇറാഖ് സർക്കാരുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കാനും സെപ്റ്റംബർ 30 എന്ന സമയപരിധി കൃത്യമായി പാലിക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പിന്മാറ്റം ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ മറ്റ് സഖ്യരാഷ്ട്രങ്ങൾക്കിടയിലും ചെറിയൊരു സംശയത്തിന്റെ വിത്തുപാകി. തങ്ങൾക്ക് മേൽ ഒരു വൻ പ്രതിസന്ധി ഉണ്ടായാൽ അമേരിക്ക സമാനമായ രീതിയിൽ മാറി നിൽക്കുമോ എന്ന ചോദ്യം അവിടെയും ഉയർന്നു. അർബിലിൽ നിന്ന് പാട്രിയറ്റ് പീരങ്കികളും അമേരിക്കൻ സൈന്യവും പൂർണ്ണമായി പിൻവാങ്ങുന്നതോടെ നയതന്ത്ര തലത്തിൽ ഇറാഖും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന ഇടപെടലുകൾ തടയുക എന്നത് അമേരിക്കയ്ക്ക് വരും നാളുകളിൽ വലിയ വെല്ലുവിളിയായി തുടരും. കരാർ പ്രകാരമുള്ള ഒരു സാധാരണ സൈനിക പിന്മാറ്റമെന്ന് അമേരിക്ക വിശേഷിപ്പിക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ ഇത് ഇറാന്റെ നയതന്ത്ര സൈനിക വിജയമായും കുർദിസ്ഥാനുള്ള വലിയ തിരിച്ചടിയായും മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ ഓരോ ശക്തികളും തങ്ങളുടെ കരുനീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ വരും ദിവസങ്ങളിൽ അർബിലിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന സംഭവങ്ങൾ മേഖലയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും.